ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. അധീർ രഞ്ജൻ ചൗധരി ബി.ജെ.പിയിലേക്ക് വരുമോ? ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ കോൺഗ്രസിന്റെ ഈ പടക്കുതിര ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയപ്പോൾ തകർന്നത് കേവലം രാഷ്ട്രീയ മര്യാദകളല്ല, മറിച്ച് വരാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സകല കണക്കുകൂട്ടലുകളുമാണ്. രാഷ്ട്രീയ ലക്ഷ്യമോ ജനകീയ പ്രശ്നമോ? പരിശോധിക്കാം. ബഹ്റാംപൂരിലെ പരാജയത്തിന് പിന്നാലെ ബംഗാൾ PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അധീർ രഞ്ജൻ പ്രധാനമന്ത്രിയെ കണ്ടത്. ഈ കൂടിക്കാഴ്ചയെ അദ്ദേഹം ന്യായീകരിക്കുന്നത് 4 പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബംഗാളി കുടിയേറ്റ തൊഴിലാളികൾ ആക്രമിക്കപ്പെടുന്നതിനാൽ അദ്ദേഹം ഉത്കണ്ഠ രേഖപ്പെടുത്തി. പിന്നെ ബംഗാളി സംസാരിക്കുന്നവരെയെല്ലാം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായി കാണുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം മോദിയെ ഓർമ്മിപ്പിച്ചു. ബംഗാളിലെ നിർണായക വോട്ട് ബാങ്കായ മധുവ സമുദായത്തിന്റെ സാമൂഹിക ആവശ്യങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ അവഗണിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന അധീർ രഞ്ജൻ എങ്ങനെയാണ് ഒറ്റപ്പെട്ടത് എന്ന് നോക്കാം. ബംഗാളിൽ തൃണമൂലിനെ കടന്നാക്രമിക്കാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ലെന്ന് അധീർ വാദിച്ചപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മമതയുമായി കൈകോർക്കാനായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. ബംഗാളിൽ തന്റെ രാഷ്ട്രീയ അടിത്തറ ഇളക്കുന്ന മമതാ ബാനർജിയോടുള്ള മൃദു സമീപനം അധീറിനെ ചൊടിപ്പിച്ചു. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന തന്ത്രം അദ്ദേഹം പയറ്റുമോ എന്നാണ് ഇപ്പോൾ ലോകം നോക്കുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറം വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കൾ പോലും പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തെ അംഗീകരിക്കുന്ന കാഴ്ചയാണിത്. ഭാരതം ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ്. ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും സോളാർ അലയൻസുകളിലൂടെയും രാജ്യം വിശ്വഗുരുവായി മാറുന്നു. അധീർ രഞ്ജനെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് രാജ്യ താൽപര്യത്തിനായി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഭാരതം എന്ന വികാരം തെളിയുകയാണ്. പുതിയ സമവാക്യങ്ങൾ, അതായത് ബംഗാൾ പിടിച്ചെടുക്കാൻ BJPക്ക് അധീറിനെ പോലെ ഗ്രാമങ്ങളിൽ സ്വാധീനമുള്ളൊരു മാസ് നേതാവിനെയാണ് വേണ്ടത്. അധീർ BJPയിൽ ചേർന്നാൽ അത് മമതാ ബാനർജി കേൾക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും. മധുവ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതിലൂടെ ഒരു നിർണായക വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അധീർ രഞ്ജൻ ചൗധരിയുടെ ഓരോ നീക്കവും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. ഇത് വെറും ഒരു കൂടിക്കാഴ്ചയായി ഒതുങ്ങുമോ, അതോ ബംഗാളിന്റെ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ വിപ്ലവത്തിന് തുടക്കമിടുമോ? കാലം ഉത്തരം നൽകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അധീർ രഞ്ജൻ ചൗധരി BJPയിൽ ചേരുന്നത് ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.